ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ശബരിമലയിലേക്ക് അയ്യപ്പന്മാരുടെ ഒരു കുത്തൊഴുക്കുണ്ടാകും എന്ന ഒരു കാൽക്കുലേഷൻ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും ഒക്കെ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് എന്താണ്, അവിടുത്തെ ശബരിമലയിൽ ഭക്തന്മാർ വന്നിട്ട് വളരെ നല്ല രീതിയിൽ ദർശനം നടത്തി തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. ദർശനം നടത്താനും വേണ്ടിയിട്ട് ഇത് ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും അവിടെ നീണ്ട ക്യൂ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണത്. സർക്കാരിനെ സംബന്ധിച്ചിട്ട് ചെയ്താലും കുഴപ്പം, ചെയ്തില്ലെങ്കിലും കുഴപ്പം എന്നുള്ളതാണ്. സ്പോട്ട് ബുക്കിങ്ങിന് വന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ശബരിമലയിലേക്ക് കടത്തിവിടാൻ വേണ്ടി അനുവാദം കൊടുത്തു. ആ അനുവാദം തെറ്റായി പോയി എന്ന് സർക്കാരിന് തോന്നി. സർക്കാർ അത് തിരുത്തിയിട്ടുണ്ട്. നമസ്കാരം. വീണ്ടും ഒരു മണ്ഡലകാലം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, കൂടുതൽ ഭക്തജനങ്ങൾ കൂടുതലായിട്ട് എത്തുന്നു, അതുകൊണ്ട് ഒരുപാട് പേര് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഇത് സർക്കാരിന്റെ ഒരു വീഴ്ചയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? സർക്കാരിന്റെ വീഴ്ചയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തൊന്നുമില്ല. കാരണം പിന്നെ സർക്കാരിന് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇത് പ്രധാനമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. കഴിഞ്ഞ 5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ശ്രീ ജയകുമാർ IAS ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിട്ട്. അതിനു മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്ത് ഇപ്പോഴും അന്നും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ആ ശബരിമലയിലുള്ള ദേവസ്വം ബോർഡിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും വളരെ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണ് ഉള്ളത്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലയിൽ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും ഈ ശബരിമലയിലുള്ള ആളുകൾ മുഴുവൻ. അവരുടെ ജീവിതം എന്തായി തീരും എന്നുള്ള ഒരു വലിയൊരു ഭയം അവർക്കെല്ലാവർക്കും ഉണ്ട്. ആര് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ശബരിമലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അത് എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളായാലും. ശബരിമലയിലെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട ഉദ്യോഗസ്ഥർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ഭയം അവരുടെ മനസ്സിൽ കടന്നുകൂടുന്നതോടുകൂടി അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അത് സ്വാഭാവികമാണത്. അത് ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്നൊരു സംഭവമാണ്. ഭയം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലി എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം, ഈ അന്വേഷണത്തിൽ ഒരാൾക്കും ഇടപെടാൻ വേണ്ടി സാധിക്കത്തില്ല. അത് വളരെ നീതിനിഷ്ഠമായിട്ടും സുതാര്യവുമായിട്ടാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അറസ്റ്റ് നടന്നിട്ടുള്ളത്. മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള വാസു വരെ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പത്മകുമാർ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് ഇവർക്ക് തന്നെ സംശയമുണ്ട്. ആ ഒരു സംശയം എന്ന് പറയുന്നത് ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ്. പല രാത്രികളായിട്ടുണ്ടാവും ഇവരിപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചില വീഴ്ചകൾ വരും. അത് കൂടാതെ തന്നെ ഈ വെർച്വൽ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിംഗ്, ഈ 2 രീതിയിലാണ് ശബരിമലയിൽ ഭക്തർക്ക് ഇപ്പോൾ ദർശനം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ ഇലക്ഷനെ നേരിടാൻ വേണ്ടി പോകുന്നൊരു സമയമാണ്. അപ്പോൾ ശബരിമലയിൽ വരുന്ന എല്ലാവർക്കും ദർശനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 20,000 പേർക്കുള്ള സ്പോട്ട് ബുക്കിംഗ് അവർ 30,000 വരെ എത്തിക്കഴിഞ്ഞു. ഇന്നലെ ADGP പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊത്തം 1,36,000-ഓളം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ജനത്തിരക്ക് ശബരിമലയിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതുകൂടാതെ തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശബരിമലയിലേക്ക് അയ്യപ്പന്മാരുടെ ഒരു കുത്തൊഴുക്കുണ്ടാകും എന്ന ഒരു കാൽക്കുലേഷൻ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും ഒക്കെ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു. അതിന് ചെറിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറ്റിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൃത്യമായിട്ട് 20,000 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 20,000 പേരെ കടത്തിവിടാൻ പാടുണ്ടായിരുന്നുള്ളൂ. വെർച്വൽ ബുക്കിങ്ങിനോട് എനിക്ക് തോന്നുന്നത് ഏകദേശം 25,000-ഓളം ആളുകളെയാണ് ശബരിമലയിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് ശബരിമലയ്ക്ക് താങ്ങാവുന്ന കപ്പാസിറ്റിക്കൊക്കെ അപ്പുറത്തേക്ക് പോവുകയാണ്. ഇന്നലെ പല പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വെച്ചാൽ, അത് പല രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ വെച്ചിട്ട് പലരും പല രീതിയിലാണ് ഈ ശബരിമലയിലെ പ്രശ്നത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനും ഗവൺമെന്റിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് എന്താണ്, അവിടുത്തെ ശബരിമലയിൽ ഭക്തന്മാർ വന്നിട്ട് വളരെ നല്ല രീതിയിൽ ദർശനം നടത്തി തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. അവർക്ക് വാർത്തകൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഈ വാർത്തകൾ സെൻസേഷൻ ആയിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ നിമിഷവും ഓരോ ആളുകളുടെ അടുക്കൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബുദ്ധിമുട്ടുണ്ടായെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇന്നലെ അവിടെ ശബരിമല എത്തിയ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടെ കേൾക്കുന്നത് നമ്മള് ഇരുമുടിക്കെട്ട് പമ്പയിൽ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന കുടുംബം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബം ശബരിമലയ്ക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് നോറ്റ്
ആ ഒരു വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. വളരെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് ഈ ശബരിമല അയ്യപ്പന്മാർ എടുത്തിട്ടാണ് അവർ ശബരിമലയിലേക്ക് പോകുന്നത്. കല്ലും മുള്ളും കാലിക്കുമെത്തൈ എന്നാണല്ലോ പറയുന്നത്. അതുപോലെ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു തന്നെയാണ് ഈ ശബരിമലയുടെ മുകളിൽ ഭക്തന്മാർ എത്തുന്നത്. അപ്പൊ കുറച്ചൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. വന്നതില് മലയാളി കുടുംബമാണെന്നാ പറയുന്നത്. പക്ഷെ ഒരു കണക്ക് വെച്ചാൽ ക്ഷമാശീലം കുറച്ചുകൂടി ക്ഷമിക്കാമായിരുന്നു. ദർശനം നടത്താനും വേണ്ടിയിട്ട് ഇത് ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും അവിടെ നീണ്ട ക്യൂ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണത്. പക്ഷെ ഇതൊരു ഇലക്ഷൻ വർഷം ആയതുകൊണ്ട് മാധ്യമങ്ങൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു വാർത്ത കണ്ടപ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ്. കാരണം ആലോചിച്ച് നോക്കുക, ഇപ്പൊ കുംഭമേളയിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇതിലും വലിയ വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ എത്ര സുഗമമായിട്ടാണ് ശബരിമലയില് ഭക്തർ അയ്യപ്പ ദർശനം നടത്തി തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ സ്പോട്ട് അഡ്മിഷൻ ഇന്നലെ 20,000-ലെത്തി സ്റ്റോപ്പ് ചെയ്തു തന്നിരിക്കുക. ഭക്തരെ കടത്തിവിടുന്നില്ല എന്നുള്ള ബ്രേക്കിംഗ് ആയിരിക്കില്ല മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ഭക്തരെ കടത്തിവിടുന്നില്ല, അവരെ 1-ാം നമ്പർ സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കില്ല വാർത്തകൾ വരുന്നത്. കാരണം കയറാൻ പറ്റാതെ ആളുകള് തിരിച്ചു പോകുന്നു എന്നുള്ളത്. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിട്ട് ചെയ്താലും കുഴപ്പം, ചെയ്തില്ലെങ്കിലും കുഴപ്പം എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായി. അതായത് അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾ ശബരിമലയിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സർക്കാർ എന്താണ് തീരുമാനമെടുത്തേക്കുന്നത്? കൃത്യമായിട്ട് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് 20,000-ൽ വെച്ച് അവസാനിപ്പിക്കും. കൃത്യം 20,000 എന്നുള്ളത് ഒരാൾക്ക് കൂടി പെർമിഷൻ കൊടുക്കത്തില്ല. വെർച്വൽ ആകുമ്പോഴത്തേക്ക് 25,000 പേര്, മൊത്തം 45,000. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുക? അവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പൊ ഇനി പറയാൻ പോകുന്നത് വെച്ചാൽ അയ്യപ്പന്മാരെല്ലാരും കുറെ ഇങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലും ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് എന്നൊക്കെയാണ്. ഈ വെർച്വൽ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും ഒന്നും അല്ലാതെ ഈ കാനന പാതയിലൂടെയൊക്കെ ഇടിച്ചു കയറി വരുന്ന ആളുകളുണ്ട്. മറ്റു പല വഴികളിലൂടെ ശബരിമലയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ വരുന്ന ആളുകളും ഉണ്ട്. അത് കഴിഞ്ഞ വർഷമൊക്കെ അത് തടയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. ഈ 20,000 സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞാലും പിന്നെയും ആളുകൾ അവിടേക്ക് വരുന്നുണ്ട് മറ്റു പല വഴികളിലൂടെയൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതായത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഇതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പൊ ഇന്നിപ്പോ രാവിലെ മുതൽ നമ്മൾ കാണുന്നത് എന്താണ്? ശബരിമലയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ്. അവിടെ എല്ലാം അവർക്ക് കുറച്ച് സമയം 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളെല്ലാം സുഗമമാണ്. ഭക്തർ ഹാപ്പിയാണ്. അവർക്ക് കുടിവെള്ളം ഇന്നലെ കിട്ടുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷെ കുടിവെള്ള സൗകര്യങ്ങളെല്ലാം അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ശുചിമുറികൾ, അവർക്ക് ആവശ്യത്തിനുള്ള ശുചിമുറികൾക്കുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വേറെ ബിസ്ക്കറ്റ്, വെള്ളം ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് രാവിലെ ഭക്തന്മാർ അവിടെ നിന്ന് മറ്റു പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ശാന്തവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ദർശനമാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചുകൊണ്ടേക്കാം. ഈ സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയതിനു വേണ്ടിയിട്ടാണെന്നറിയോ? ശബരിമലയിൽ കൂടുതൽ ഭക്തന്മാർക്ക് ഇത്രയും വേഗം ദർശനം നടത്തി തിരിച്ചു പോകാനായിട്ടൊക്കെയുള്ള ഒരു ശാസ്ത്രീയ മാർഗങ്ങളെ കുറിച്ചൊക്കെ കൂടിയാലോചിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനെയൊക്കെ എതിർത്തൊരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് കാരണങ്ങൾ വേണം. കാരണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പുരോഗമന സമൂഹത്തിൽ ഇന്ന് ഒരു പ്രതിപക്ഷം എടുക്കേണ്ട നയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പ്രതിപക്ഷം കൂടി ആലോചിക്കണം. നാടിന്റെ നന്മയ്ക്ക് ഉതകുന്ന പദ്ധതികളും പരിപാടികളും വരുമ്പോൾ അതിനെ കണ്ണടച്ച് എതിർക്കുന്ന രീതി ശരിയല്ല. അയ്യപ്പ സംഗമത്തെ അതിശക്തമായിട്ടാണ് BJPയും കോൺഗ്രസും ഒക്കെ എതിർത്തത്. ആ അയ്യപ്പ സംഗമത്തിൽ വെച്ചിട്ട് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചൊക്കെ ഗ്ലോബൽ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അല്ലെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും. പക്ഷെ അതിന് പോയപ്പോലും തടയിടുന്ന രീതിയിലല്ലേ ഇവർ കാര്യങ്ങൾ ചെയ്തു, പ്രതിപക്ഷം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരിന് സാധ്യമാകുന്നത്, ഇതെല്ലാവരും മനുഷ്യരല്ലേ, സാധ്യമാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ പറ്റിയ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് ബുക്കിങ്ങിന് വന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ശബരിമലയിലേക്ക് കടത്തിവിടാൻ വേണ്ടി അനുവാദം കൊടുത്തു. ആ അനുവാദം തെറ്റായി പോയി എന്ന് സർക്കാരിന് തോന്നി. സർക്കാർ അത് തിരുത്തിയിട്ടുണ്ട്. ഇന്ന് കൃത്യം 20,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും ആളുകൾക്ക് മാത്രമേ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അയ്യപ്പ ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അയ്യപ്പ ഭക്തർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കർശനമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ മേലെ ഇനിയും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടായാൽ നമുക്ക് ആ സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാം.